ഷംജിത്തിന് വന്നിരിക്കുന്നതേ ചില ആളുകൾ പറയാണ്ട് ഷംജിത്ത് എനിക്ക് മാജിക് സർവീസ് ചെയ്യണം എന്നത്. അപ്പം അവര് മാജിക് സർവീസ് എന്ന് ചില വണ്ടി ചെറിയ വണ്ടിക്ക് വരുന്നുണ്ടാവും കൊറോള ആയിട്ടൊക്കെ സണ്ണിക്കട്ടെ. പക്ഷേ ഈ മാജിക് സർവീസ് നിങ്ങൾ വണ്ടിക്ക് അനുസരിച്ച് അതിന്റെ ഡിഫറൻസ് വന്നിരിക്കും. ഇപ്പൊ നിങ്ങൾ ചെറിയ വണ്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാജിക് സർവീസ് ആയിട്ട് ഇറക്കുന്ന എഞ്ചിൻ ഓയിൽ, ഒരു ഫിൽറ്റർ, ഗിയർ ഓയിൽ, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, എനിക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ. അപ്പൊ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിക്ക് ഫ്ലൂയിഡ് വരുന്ന ആവശ്യം വരുന്നില്ല, കാരണം ഇലക്ട്രിക്കലാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് എയർ ഫിൽറ്റർ, എ സി ഫിൽറ്റർ, ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു മാജിക് സർവീസ് എന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ എന്താ വെച്ചെങ്കിൽ ഇപ്പൊ മാജിക് സർവീസ് വന്നാൽ തന്നെ ഞങ്ങൾ അത് അയച്ചു നോക്കും. എയർ ഫിൽറ്റർ മാറേണ്ട ആവശ്യമാണെങ്കിൽ മാത്രം മാറിയാൽ മതി, എ സി ഫിൽറ്റർ മാറേണ്ട ആവശ്യമാണെങ്കിൽ മാത്രം മാറിയാൽ മതി. ഡീലറിലൊക്കെ അങ്ങനെയല്ല, അവർ അതെല്ലാം കൂടി എമൗണ്ട് ആണ് കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നമ്മളോട് മാജിക് സർവീസ് ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്താ പറയുക, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറുന്നു. അത് കൂടാണ്ട് തന്നെ ഇപ്പൊ ലാൻഡ് ക്രൂസർ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ പ്രത്യേകത വെച്ചെങ്കിൽ ഇതിൽ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഓയിൽ വരുന്നുണ്ട്, റിയർ ഡിഫറൻഷ്യൽ വരുന്നുണ്ട്, അത് കൂടാണ്ട് തന്നെ 4x4 വരുന്നുണ്ട്, ഗിയർ ഓയിൽ വരുന്നുണ്ട്. അപ്പൊ വെച്ചെങ്കിൽ നമ്മുടെ എഞ്ചിൻ ഓയിൽ കൂടാണ്ട് തന്നെ, അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കൂടാണ്ട്, പവർ സ്റ്റിയറിംഗ് കൂടാണ്ട് ഇത്രയും ഐറ്റംസ് ഈ വണ്ടികൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ വലിയ വണ്ടികൾക്ക് അനുസരിച്ചിട്ട് അതിന്റെ ഓയിൽസിന്റെ എമൗണ്ട് കൂടും. അതിന്റെ എന്താ പറയുക, നമ്മൾ മെക്കാനിക്കൽ ഐറ്റംസിന്റെ സാധനങ്ങളൊക്കെ കൂടുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും മേജർ സർവീസ് മസ്റ്റ് ആയിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഓയിലുകളൊക്കെ മാറാൻ ശ്രമിക്കുക. അതിനൊരു പീരീഡ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി മെയിൻറ്റെയിൻ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുമാതിരി സർവീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവൻ നിങ്ങൾ ഡീലറിൽ ചെയ്തിട്ട് പോയിട്ട് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡീഷണൽ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേമാതിരി വർക്കും കാര്യങ്ങളും താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സർവീസ് സെന്ററിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഗൈസ്.